പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ഒരു ദൈവീകമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വികാസ്പുരി കേരള സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഇതൊരു നമ്മൾ അറിയുന്ന ഒരു ചേച്ചിയുടെ ഫോണായിരുന്നു. അവർ പറഞ്ഞു, താങ്കൾ വികാസ്പുരി സ്കൂളിൽ നമ്മുടെ പരിപാടിക്ക് പങ്കെടുക്കണം. അത് മാതൃപൂജ എന്നുള്ളൊരു പരിപാടിയാണ്. താൻ കുടുംബസമേതം പങ്കെടുക്കണമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അതെ പങ്കെടുക്കാം. ചേച്ചി ഉടനെ പറഞ്ഞു, വേറൊരു കാര്യമുണ്ട്. അതെന്താണ്? അത് കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും തന്നെ സമയം പറഞ്ഞാൽ കൃത്യത ഇല്ലാതെ പോകുന്ന ഒരു ശീലം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ഓർമ്മപ്പെടുത്തിയതാണോ എന്താ അറിയില്ല. എന്തായാലും അവർ സമയം കൃത്യമായി പറഞ്ഞു. ആ സമയത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് നമ്മളെല്ലാവരും അവിടെ സന്നിധരാവണം എന്ന നിലയ്ക്ക് അവർ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ അറിയുന്നവരെല്ലാം കൂടിയിട്ട് നമ്മളൊരു ബസ്സിൽ വികാസ്പുരി സ്കൂളിലേക്ക് യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മാതൃപൂജ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവർക്കുമുണ്ട്. അപ്പോഴൊന്നും നമുക്ക് ഈ അച്ഛൻ്റെയും അമ്മയുടെയും നമുക്ക് ഒരു ചൊല്ലുണ്ട് സാധാരണ നിലയ്ക്ക്. നമുക്ക് എന്ത് കാര്യങ്ങളും ഉള്ളപ്പോൾ അതിൻ്റെ ഒരു വില അറിയില്ല എന്നുള്ള സംഭവമുണ്ട്. അതായത് നമ്മുടെ ഉള്ള സമയത്തൊന്നും നമുക്കതിൻ്റെ ഒരു വില അറിയില്ല. നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ആ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആ ആളുകളുടെ ഒക്കെ നമുക്കൊരു വില നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു അസാന്നിധ്യം എത്രമാത്രം നമ്മളെ ജീവിതത്തിലുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നമുക്ക് ഒരു അസാന്നിധ്യം നമുക്ക് എത്ര വേവലാതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ മാതൃപൂജ എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു എന്താ പറയുക, പേരിൽ തന്നെ വലിയൊരു ആശയം, ഒരു വലിയൊരു സംഭവമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ, അവരെ മക്കളും പ്രായഭേദമന്യേ അങ്ങനെ ആളുകൾ ഓരോ ഭാഗങ്ങളിൽ നിന്നും, അതായത് ഡൽഹിയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകരുണ്ട്, അല്ലാത്തവരുണ്ട്, പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ മക്കളോടൊപ്പം അവരുടെ ഈ മാതൃപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ അമ്മയുടെ ഓർമ്മകളങ്ങനെ ഇതിങ്ങനെ അലയടിച്ച് വരികയാണ്. ഇതിൻ്റെ ഈ പാട്ടുകളും ഭജൻസൊക്കെ നമുക്കിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോണ്ടല്ലോ, നമ്മൾ ഒരു 3-4 മണിക്കൂർ നമ്മൾ ഈശ്വര സന്നിധി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടി ബാലഗോകുലത്തിൻ്റെ രജത ജൂബിലി ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് അമ്മമാർ, മക്കൾ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഈ പരിപാടി നടത്താൻ വേണ്ടി നമ്മളെ കേരളത്തിൽ നിന്നുള്ള സ്വാമിജി, സംബോധ് ഫൗണ്ടേഷനിലെ സ്വാമിജിയായിട്ടുള്ള സ്വാമി ആധ്യാത്മാനന്ദ, അദ്ദേഹമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും വളരെ വ്യത്യസ്തതയുള്ള എന്നാൽ വളരെ ആഴമേറിയ, അതായത് അത്രയുള്ള നമ്മുടെയൊക്കെ മനസ്സിനെ ആടി ഉലയ്ക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ട് തന്നെ ഇത് മാറി എന്ന തരത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് മീഡിയാസൊക്കെ അത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൽ ഇത്രയും അധികം ആളുകളെ വെച്ചിട്ടൊരു മാതൃപൂജ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നടത്തേണ്ട സാധ്യതയില്ല. കാരണം അത്രയേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അമ്മമാരെ പൂജിക്കുന്ന സ്ത്രീകളെ ഒക്കെ ഇത്രമാത്രം ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ശീലം, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ തലമുറയ്ക്ക് വേണ്ടി ബാലഗോകുലം ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഉണ്ടല്ലോ, എത്ര പ്രശംസിച്ചാലും മതി വരില്ല. കാരണം നമ്മളുടെ ഈ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ പരിപാടികൾ, സാമ്പത്തികമായാലും ശരി സാമൂഹികമായാലും ശരി, ഇത്തരത്തിലുള്ള വലിയ വലിയ പരിപാടികൾ നടത്തുന്നതിന് പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്തരം ത്യാഗം ചെയ്യാൻ അധികം സംഘടനകളുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പരിപാടിയായി മാറി എന്നതിൽ തർക്കമില്ല.